രാഹുൽ മാങ്കൂട്ടത്തിൽ ശല്യപ്പെടുത്തിയെന്നും ഗർഭചിത്രം നടത്തിയെന്നും ആക്ഷേപമുണ്ട്. എന്നാൽ ആ യുവതികൾക്ക് പരാതിയില്ല. പിന്നെ എങ്ങനെ ക്രൈംബ്രാഞ്ച് അന്വേഷണം മുന്നോട്ട് പോകും? ഇതോടെ അന്വേഷണ ഉദ്യോഗസ്ഥരും വെട്ടിലായിരിക്കുന്നു. രാഹുലിനെതിരെ നിയമ നടപടിയുമായി പോകാൻ താല്പര്യമില്ലെന്നാണ് ആരോപണം ഉന്നയിച്ച 2 യുവതികളും വ്യക്തമാക്കുന്നത്. നിയമവഴികൾ ഇല്ല എന്നതിനർത്ഥം എല്ലാം പൂട്ടിക്കെട്ടിയെന്നല്ലോ എന്നും താൻ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഒരിക്കലും മാഞ്ഞു പോകുന്നവയല്ലെന്നും നടി റീനി ആൻ ജോർജ് പറഞ്ഞു. അതേസമയം രാഹുലിനെതിരെ പരാതി നൽകിയവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ആരോപണമുന്നയിച്ച് പരസ്യമായി രംഗത്ത് വന്ന 2 യുവതികൾക്കും കേസിനോട് താൽപ്പര്യമില്ല. ഇക്കാര്യം ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തെ അവർ അറിയിച്ചു. ഇതോടൊപ്പം ഗർഭചിത്രത്തിന് ഇരയായി എന്ന് ക്രൈംബ്രാഞ്ച് കരുതുന്ന യുവതിയും പരാതിയുമായി മുന്നോട്ടു പോകാൻ താൽപ്പര്യം കാട്ടുന്നില്ല. കേസിനില്ലെന്ന് ഇവരും അറിയിച്ചെന്നാണ് സൂചന. യുവതികളെല്ലാം കേസിനോട് വിമുഖത കാട്ടുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് തിരിച്ചടിയാണ്. ഇതോടെ അന്വേഷണം വഴിമുട്ടാനാണ് സാധ്യത. ഗർഭചിത്രം നടത്തിയെന്ന് പറയുന്ന യുവതി പരാതി നൽകാത്ത സാഹചര്യത്തിൽ ബംഗളൂരു ആശുപത്രിയിൽ നിന്നും ഗർഭചിത്ര തെളിവുകൾ കിട്ടിയാൽ പോലും രാഹുലിനെതിരെ കേസെടുക്കാൻ ക്രൈംബ്രാഞ്ചിന് കഴിയില്ല. 2 യുവതികളാണ് ഗർഭചിത്രത്തിന് വിധേയരായതെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. ഇതിലൊരാളെ രാഹുൽ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിച്ചത് ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലെന്നാണ് അറിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും മോശം അനുഭവമുണ്ടായെന്ന് വെളിപ്പെടുത്തിയ കൊച്ചിയിലെ യുവനടി റിനി ആൻ ജോർജിൽ നിന്നും ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്തു. മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞ കാര്യങ്ങൾ ക്രൈംബ്രാഞ്ചിനോടും പറഞ്ഞുവെങ്കിലും നിയമ നടപടിക്ക് താൽപ്പര്യമില്ലെന്ന് അവർ മൊഴി നൽകി. ട്രാൻസ്ജെൻഡർ യുവതി മൊഴി നൽകാൻ താൽപ്പര്യമില്ലെന്ന് പോലീസിനെ അറിയിച്ചു. അതിനിടെ താൻ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഒരിക്കലും മാഞ്ഞു പോകുന്നവയല്ലെന്ന് വ്യക്തമാക്കി നടി റിനി ആൻ ജോർജ് ഇൻസ്റ്റഗ്രാമിൽ രംഗത്തെത്തി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവനടിയടക്കം നിയമ നടപടിക്കില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തെ അറിയിച്ചെന്ന വാർത്തകൾ പുറത്തുവരുന്നതിനിടെയാണ് റിനിയുടെ കുറിപ്പ്. പോരാട്ടം തുടരുക തന്നെ ചെയ്യും. ഉന്നയിച്ച കാര്യം കൊള്ളുന്നവർക്ക് പൊള്ളുന്നത് കൊണ്ടാണ് തനിക്കെതിരായ പെയ്ഡ് ആക്രമണം. നിയമവഴികൾ ഇല്ല എന്നതിനർത്ഥം എല്ലാം പൂട്ടിക്കെട്ടി എന്നല്ലോ എന്നും റിനി ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു. ക്രൈംബ്രാഞ്ച് ബന്ധപ്പെട്ടിരുന്നുവെന്നും തൽക്കാലം നിയമ നടപടിക്കില്ലെന്നാണ് തന്റെ നിലപാടെന്നും റിനി വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി, തിരുവനന്തപുരം.